അപ്പം ചിന്നു മിന്നുന്റെ വെൽക്കം ബാക്ക് ഒക്കെ വന്ന് മറന്നു വന്നിട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് ലെറ്റ്സ് പ്ലാൻ ഇറ്റ്. ഞങ്ങളും കുറെ ഐഡിയ ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകും. മനസ്സിലായല്ലോ? വിളിക്കുമ്പോ ഒന്ന് നമ്മളും കൂടെ ഒന്ന് വിളിച്ചുകൂടാ. ആറ്റിറ്റ്യൂഡ്. പ്രേക്ഷകരെ, ഇന്ന് ചിന്നും മിന്നും ഇല്ല. അതിന് പകരം ഞാനും വിധുചേട്ടനും ബുദ്ധിപൂർവ്വം ആലോചിച്ച് ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരുന്നു ബ്രേക്കിന്റെ സമയത്ത്. ആ ഗ്യാപ്പിൽ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ വ്യക്തി. നൈസായിട്ട് വന്ന് നിന്ന് ചിരിച്ച് നിങ്ങളുടെ മുന്നിൽ നിൽക്കാന്നറിയാം. എന്ത് പണി ഒപ്പിച്ചിട്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഒന്നും വേണ്ടുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയുന്ന എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളത് ചിന്നും മിന്നും ഏകദേശം എന്നോട് പറഞ്ഞിട്ടുണ്ടില്ലേ? പറഞ്ഞിരുന്നു എന്തെങ്കിലും? എനിക്കൊന്നും ഓർമ്മയില്ല. നല്ല ഗംഭീരമായുള്ള പരിപാടി ആയിരിക്കും അടുത്ത് വരും. എന്നാ പറഞ്ഞ പരിപാടി. ഓ, ആറ്റിറ്റ്യൂഡ്. ഇത്രയും നേരം ഞാൻ ഇവിടുന്ന് പറഞ്ഞപ്പോ ആറ്റിറ്റ്യൂഡ് ഇല്ല. അതിന്റെ ഇടയിൽ കൂടെ ഇപ്പുറത്തൂടെ മാറി നിന്ന് വന്ന് നിന്ന് എന്താണ് പറയാൻ പോകുന്നത് എനിക്കറിയണം. പറ. നമുക്ക് പരിപാടി തുടങ്ങാം. പക്രുചേട്ടാ, ഒരു മിനിറ്റ്. എങ്ങനെയുണ്ട് ഇത്? ഞാൻ അടുത്ത് വന്നു. അളിയാ സുഖാണോ? ഹലോ. എനിക്ക് തൊട്ട് നോക്കണമെന്നുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് തൊട്ട്, പക്ഷെ നമ്മൾ തൊടാൻ പാടില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം ഇത് വാക്സ് ആണോ? വാക്സിൻ ആണ്. കയ്യിലെ രോമങ്ങളൊക്കെ ഉണ്ടോ? 2 വർഷം മുമ്പ് കാണാതെ പോയ എന്റെ ഇരട്ട സഹോദരനാണിത്. പഴയ സൂപ്പ് പൊട്ടി കഥയാണല്ലേ? അതെ. ചേട്ടാ കറക്റ്റ്. ചേട്ടനൊരു ട്വിൻ ബ്രദർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നാണോ? വാക്സ് ആണ്. ഇതിന്റെ പിന്നിൽ ഒരു മഹാനായ കലാകാരനുണ്ട്. ഓക്കെ, അപ്പം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവന്നതാണ്. ഗംഭീര സർപ്രൈസ്. താങ്ക് യു. ചേട്ടാ, ഇത് ചെയ്ത ആളെ ഒന്ന് വിളിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും വിളിക്കാം. അദ്ദേഹത്തിന്റെ പേര് ഹരികുമാർ എന്നാണ്. പത്തനംതിട്ടക്കാരനാണ്. അപ്പം ഹരി, വെൽക്കം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലേ? അതെ അതെ. നമസ്കാരം ഹരിചേട്ടാ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും വരുമ്പോഴും പക്രുചേട്ടൻ ആറ്റിറ്റ്യൂഡ് ഇട്ട് ചിരിച്ച് നിൽക്കാന്ന് വിചാരിച്ച് വർത്താനം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഈ മുടിന്ന് പോലും നമുക്കൊരു അതാണ് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, ഈ വരയ്ക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിക് ഒരു നമ്മളിങ്ങനെ ചില പിക്ചേഴ്സ് കാണുമ്പോൾ ലൈഫിലേക്ക് തോന്നും നമ്മൾ ഇതെങ്ങനെ, പക്ഷെ അതേ ഫീല് തന്നൊരു സംഭവം കേട്ടോ. ഞാനിങ്ങനെ ആ കയ്യിലെ രോമങ്ങളൊക്കെ നോക്കിയപ്പോ ഓരോന്നും എന്ത് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അത് ചേട്ടന്റെ വള ഇതെങ്ങനെ കൈ പിടിക്കുമ്പോ വള കിടക്കുന്ന നോക്ക്, അതേ പൊസിഷൻ ഡീറ്റെയിൽഡ് ആയിട്ട്. ഇത് ശരിക്കും എത്ര സമയം, എത്ര മാസങ്ങൾ, വർഷങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യാൻ എടുക്കുക? ഏകദേശം ഒരു 3 മാസം എടുത്തു. 3 മാസം? അതെ. അത് മാത്രമല്ല, ചേട്ടൻ നന്നായിട്ട് സഹകരിക്കുകയും ചെയ്തു നന്നായിട്ട്. എന്റെ അടുത്ത് ഇദ്ദേഹം വന്നപ്പോഴേ ഇങ്ങനെ പ്രതിമ ചെയ്യണം അല്ലെങ്കിൽ ഒരു സ്റ്റാച്ചു ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, സാധാരണ മഹാന്മാരുടെയൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അത്ര മഹാനൊന്നുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത്, അങ്ങനല്ല ചേട്ടാ, എൻ്റെ ഒരു ആഗ്രഹമാണ്, അതൊരു ഭയങ്കര കൗതുകമായിരിക്കും ചേട്ടനോട് സഹകരിച്ചത്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഒരു പ്രോത്സാഹനം നമ്മൾ കൊടുക്കണമല്ലോ നമ്മുടെ ഒരു വാക്സ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ. അങ്ങനെ എത്ര ദിവസം വേണമല്ലോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അത്ഭുതം വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അത്ഭുതം തോന്നിയത് ഇദ്ദേഹം ഒരു ദിവസം മാത്രമേ എൻ്റെ അടുത്ത് വന്നുള്ളൂ. കുറച്ച് ഫോട്ടോസ് എടുത്തു, പിന്നെ കുറച്ച് മീറ്ററൊക്കെ വെച്ചിട്ട് കുറച്ച് അളവെടുത്തു, 1-2 ചെറിയ മോൾഡ് കൈയുടെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ബാക്കി ഈ കണ്ട ഡീറ്റെയിലിംഗ് എല്ലാം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നുണ്ടായതാണ്. കലാകാരന്റെ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഇത്ര സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് ഇത് ഉണ്ടാക്കാൻ പറ്റും? എന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ ചോദിക്കുന്ന കേട്ടോ. വളരെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു ചിത്രം വരയ്ക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഫ്രണ്ട് വ്യൂ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സ്റ്റാച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ വശവും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അജേട്ടനെ വിളിച്ചു, എനിക്കൊരു 2 മണിക്കൂർ സമയം വേണമെന്ന് പറഞ്ഞു. അജേട്ടൻ 4 മണിക്കൂർ തന്നു, അത് വേറെ കാര്യം. സൂക്ഷ്മമായിട്ട് ഞാൻ നിരീക്ഷിച്ചു. അവിടെ വെച്ച് ഒരു ക്യാമറയിൽ എടുക്കുന്ന പോലെ തന്നെ നമ്മുടെ തലയിലേക്ക് അത് എടുക്കുക. ബാക്കി മുഴുവൻ എങ്ങനെയോ വരുന്നതാ. എനിക്കത് സത്യം പറഞ്ഞാൽ അതെങ്ങനെയാ വരുന്നതെന്ന് പറയാൻ അറിയത്തില്ല. ഇത് നമ്മുടെ പക്രുചേട്ടന്റെ ഫോട്ടോ എടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്യാമറാസ് വല്ലതാണോ അത്രയും സൂം ചെയ്ത് അങ്ങനെ? ഒന്നുമില്ല, എന്റെ ഫോണിൽ തന്നെ എടുക്കാം. ഫോണിൽ തന്നെ എടുത്തു.
അദ്ദേഹത്തിന്റെ മൊബൈൽ ക്യാമറ, പിന്നെ കുറച്ച് വൈറ്റ് ഷീറ്റ് പേപ്പർ കൊണ്ടുവന്നു. അതെ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കോസ്റ്റ്യൂം ചെയ്യാനൊക്കെ വരുന്നത് അളവെടുക്കൂലേ എന്ന് പറഞ്ഞാൽ അത് നിന്ന് കൊടുത്തോളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത്ഭുതപ്പെട്ടത് ഇതിൻ്റെ ഒരു ക്ലേ മോഡൽ എനിക്ക് ഇദ്ദേഹം അയച്ചു. ഇവിടെ വരെയായി തല ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഗതി ചിലപ്പോൾ നന്നാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ വളരെ പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുവാണ് അതെങ്ങനെയെന്നുള്ളത്. പിന്നീട് ഇതിൻ്റെ ഒരു അനാവരണം, അതായത് ഇത് അത് ഓപ്പൺ ചെയ്യണമല്ലോ, ലോകം അറിയിക്കണമല്ലോ. അത് നമ്മൾ കോട്ടയത്ത് വെച്ചിട്ട് ഒരു പ്രസ് ക്ലബ്ബിൽ ഇത് മൂടി കെട്ടി വന്നിട്ട് എനിക്ക് എല്ലാവരും കണ്ടത് വൈറലായി. അവിടെ മുമ്പേ അജയേട്ടന്റെ വീട്ടിലെത്തിയത് ആ കഥയും കൂടെ പറയേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെ കാണിക്കുക എന്നുള്ള ഞാൻ പറഞ്ഞു, അമ്മയോട് അച്ഛൻ ഒന്ന് കാണിക്കണം, കാരണം അവർക്ക് പ്രസ് ക്ലബ്ബിൽ വരാൻ പറ്റില്ല, ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് വീടിന്റെ മുറ്റത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മാവ്, അതിന്റെ ചുവട്ട് തിരിച്ചു വെച്ച് ഇങ്ങനെ സൈഡ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ടോയ്ലറ്റിലോട്ട് കണ്ടു പോയതാ. ഞാൻ അവിടെ ഉണ്ടായില്ല. അമ്മ ഇറങ്ങി വന്നിട്ട് രാജി പിന്നെ ഇദ്ദേഹം ഭയങ്കര കണ്ണൊക്കെ ഞാൻ നോക്കുമ്പോഴത്തേക്കിന് മാറി നിന്ന് കണ്ണൊക്കെ തുടക്കിയത് കൂട്ടി. ഈ കണ്ണിന്റെ കാര്യം പറഞ്ഞപ്പം എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഇതില് കണ്ണ് ശരിക്കും ഉണ്ടോ, കൃഷ്ണമണിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടോ, അതോ സ്പെക്സ് വെച്ച് കാണിച്ചുതരാം. എന്റെ സ്പെക്സ് ഞാൻ തന്നെ ഒരു കാണിച്ചുതരാം. എനിക്ക് വാക്സ് ആയതുകൊണ്ട് പേടിയാ. ധൈര്യമായിട്ടുള്ളൂ. പക്ഷെ ഇത് കിട്ടില്ല, ഒരു രക്ഷയില്ല. ആൻഡ് വൺ മോർ തിങ്, നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റ് ആണ്. ഈ ഹെയർ പോലും എനിക്ക് തോന്നുന്നു ദീസ് ആർ ഒറിജിനൽ ഹെയർ. ആ, ഇത് ഓരോന്നും എനിക്കൊന്ന് മൈന്യൂട്ട് ആയിട്ട് ഇങ്ങനെ വെച്ച് ഇതിനു മുമ്പ് അദ്ദേഹം പല മഹാന്മാരുടെ മണിച്ചേട്ടന്റെ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. എന്റെ ചെയ്തപ്പോ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചേട്ടൻ്റെത് ഇത്ര കിലോ മെഴുക് വേണ്ടി വന്നപ്പോൾ എന്റേത് ഇത്ര ഗ്രാം മതിയായിരുന്നു. അങ്ങനെ ഒരു ഗുണം ഉണ്ടായില്ലേ? കുറച്ച് മെഴുകത്തിന് മതി. പക്ഷേ ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു കുറച്ച് മെഴുക് മതിയല്ലോ എന്ന് വെച്ചു. എന്റെ പൊന്നിച്ചേട്ടാ ഇത്രയും സൂക്ഷ്മതയോടെ ഞാൻ വേറൊന്നും ഉണ്ടാക്കാനാണ് പാടുന്നത്. ബച്ചൻ സാറിന്റെ പോലും അത്രയും പ്രയാസപ്പെട്ടില്ല. ഒരുപാട് വാക്സുകൾ കൊണ്ട് കുറെ ഫിഗേഴ്സ് ചെയ്തിട്ടുണ്ടാവും. ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫോട്ടോസോ പിക്ചേഴ്സോ എന്തെങ്കിലും ഉണ്ടോ? കുറച്ചൊക്കെ ആണ്. നമുക്ക് എന്നാ ഒന്ന് കാണാം. അതെ. ഓ മണിച്ചേട്ടൻ. ക്ലേ ആണ്. അതെ അതെ. രാപ്പകലിലെ മമ്മൂക്ക. മൈക്കിൾ ജാക്സൺ. ദുബായ് ഷെയ്ഖല്ലേ? അടിപൊളി, ഗംഭീരായിട്ടുണ്ട്. ഇതൊക്കെ വെച്ചൊരു മ്യൂസിയം തുടങ്ങി കൂടെ ഇവിടെ? മ്യൂസിയം ഉണ്ടായിരുന്നോ? അതെ, അത് നമ്മുടെ കോവിഡ് സമയത്താണ് അത് പിന്നീട് തുറന്നു കൊണ്ടുപോകാൻ പറ്റാതെ. എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? തേക്കടിയിലായിരുന്നു. തേക്കടിയിലായിരുന്നു. എന്നിട്ട് ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അത് വീണ്ടും വരുന്നുണ്ട്, തുടങ്ങണം. അപ്പൊ പുതിയത് ഇനിയിപ്പോ മേക്കിംഗ് ആരുടെയൊക്കെ ഇരിക്കുന്നത്? ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മമ്മൂക്കയുടെയും ദുൽഖറിന്റെയും കൂടെ, പപ്പയുടെയും മോന്റെയും. അതെ അതെ, രണ്ടുപേരും ഒന്നിച്ചിരിക്കട്ടെ. സൂപ്പർ. അതെ അതെ, ഹാപ്പി ആയിട്ടൊക്കെ ഒരു പോയിന്റ് എന്തെന്നറിയാമോ? നമുക്ക് ഈ പക്രുച്ചേട്ടനെ നമുക്ക് പല ഷൂട്ടിലും ഇതൊക്കെ കാണാം. ആ പക്രുച്ചേട്ടനെ കാണണമെങ്കിൽ നമ്മൾ കാശ് കൊടുക്കേണ്ടി. ഇപ്പൊ നമുക്കത് ലാഭത്തിൽ കാണാൻ പറ്റി. എനിക്ക് ഈ ഒരു വേദിയിൽ അദ്ദേഹത്തോട് താങ്ക്സ് പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോടുള്ളൊരു ഇഷ്ടവും നമ്മളോടുള്ള സ്നേഹവും അതിനുവേണ്ടി എടുത്തൊരു സമയവും അദ്ദേഹത്തിൻ്റെ ഒരു പ്രയത്നമൊക്കെ കുറച്ചൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മണിച്ചേട്ടൻ്റെ ഒരു പ്രതിമയ്ക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ എൻ്റെ പേജിലും നമ്മുടെ ഇതിലൊക്കെ വന്നിട്ടാണ് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ അംഗീകരിക്കുകയും കമന്റ് ചെയ്യുകയും അതൊക്കെ ചിലതൊക്കെ മിക്കതും ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അദ്ദേഹത്തിന് പുറത്തും ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുണ്ട്. അപ്പം അതിനെല്ലാം പ്രത്യേകം ഈ ഒരു സമയത്ത് നേരിട്ട് അഭിനന്ദനങ്ങളും എൻ്റെ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഹരിചേട്ട അതുക്കും മേലെ അല്ലെങ്കിൽ അതിനോടൊപ്പം കട്ടക്ക് ഇനിയും കമന്റും റിവ്യൂസും കിട്ടണമെങ്കിൽ രണ്ടേ പേരുടെ ചെയ്താൽ മതി. അതെന്റെയും വിധുചേട്ടൻ്റെയും.
അത് ചെയ്ത പിന്നെ ഇവിടെ ഒന്നും അല്ല, അങ്ങ് പോവും, പറക്കും അങ്ങ് പോവും. കേട്ടോ. നോക്കിയോ, ഇത് ചെയ്തില്ലേലും ഇത് ചെയ്യണം കേട്ടോ. അത് വെറൈറ്റി തീർച്ചയായിട്ടും ചെയ്യും. വെറൈറ്റി ആണെന്ന് പറഞ്ഞാൽ വെറൈറ്റി ആണ്. വേണമെങ്കിൽ ഫോട്ടോയ്ക്ക് ഞാൻ ഇപ്പഴേ പോസ്റ്റ് ചെയ്ത് തരാം. അല്ല മനസ്സിലായി. മാക്സിമം നോക്കി. ഓ മനസ്സിലുണ്ടെന്നു കേട്ടോ റോഹിത്തെ, ഒരാളെങ്കിലും മനസ്സിലുണ്ട്, ചെയ്യുന്നില്ലെന്ന്. ചെയ്യുന്നില്ലെന്നുള്ളത്. അതെ, ശരി. അതാണ്. ഇത് കണ്ടപ്പോ എനിക്കൊരു സൂപ്പർ ഐഡിയ, കിട്ടിക്കാഴ്ച ഐഡിയ വന്നു. ഒരു ക്ലൂ തരാം. അമ്മാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? മനസ്സിലായി. അല്ലേ? കമൺ ബാക്കി ചേട്ടാ, അത് ചെയ്യണം, അതിന്റെ പുറകെ ഇതിന് പറയും ചെയ്യണം. ശ്രമിക്കാം. പറ്റുന്ന്. ഓക്കെ, മ്യൂസിക് ഇടട്ടെ, ബാക്കി ചേട്ടൻ അഭിനയിക്കട്ടെ. കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട് എരിവെട്ടിയ ഒറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ് ജടകെട്ടിയ കാർമുടിക്കെന്തിന് മുല്ലപ്പൂ മലര് കളിത്തുള്ളിയ കാളിതൻ കാളി തങ്കപ്പൊൻ